അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വെൽക്കം ടു സ്മൈൽ പാരൻറ്റിംഗ് വോയ്സ്. പാണക്കാട് ഹാദിയ CSC സംഘടിപ്പിക്കുന്ന സ്മൈൽ പാരൻറ്റിംഗ് കോഴ്സിലാണ്, അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലാണ് നിങ്ങളെല്ലാവരും ഉള്ളത്. ഇൻഷാ അല്ലാഹ് എന്താണ് പാരൻറ്റിങ്, എന്തിനാണ് പാരൻറ്റിങ്, എങ്ങനെയാണ് പാരൻറ്റിങ് എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. മൊത്തം 5 ക്ലാസ്സുകളാണ് ഉള്ളത്. അതിലാദ്യത്തെ ടോപ്പിക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് വഴിയെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതായാലും പാരൻറ്റിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള, മക്കളെ നന്നായി വളർത്താൻ താല്പര്യപ്പെടുന്ന ഉമ്മമാരായിരിക്കും, ഉപ്പമാരായിരിക്കും എൻ്റെ മുന്നിലിരിക്കുന്നത്. മാഷാ അല്ലാഹ് പടച്ചോൻ ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ആദ്യമായിട്ടൊരു കഥ പറയാം. നിങ്ങളൊക്കെ കേൾക്കുമല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. ഒരിക്കലേ ഒരു ഉമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മാക്കൊരു കുട്ടിയും ഉണ്ടായിരുന്നു. വാപ്പല്ല, ചെറുപ്പത്തിലേ മരിച്ചിട്ടുണ്ട്. ഈ ഉമ്മയാണ് ഈ കുട്ടിയെ നോക്കി വളർത്തുന്നതൊക്കെ. ഈ കുട്ടിയെ പഠിക്കാൻ ഉമ്മ പറഞ്ഞയക്കുന്നു. കുട്ടിക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉമ്മ തയ്യാറാക്കി കൊടുക്കുന്നു. പഠിക്കാൻ വേണ്ട ക്യാഷ് ഉമ്മ നൽകുന്നു. അതിനുവേണ്ടി ഉമ്മ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. രാവിലെ ഉമ്മ ജോലിക്ക് പോകും, മകനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കും. വൈകുന്നേരം ആയാലും ഉമ്മ തിരിച്ചു വരും, മകനെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരും. ഉമ്മക്ക് ഡ്രസ്സൊക്കെ അലക്കി കൊടുക്കുന്ന ജോലിയാണ്. മറ്റുള്ള വീടുകളിലൊക്കെ പോയിട്ട് ആളുകളുടെ ഡ്രസ്സൊക്കെ അലക്കി കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛ വരുമാനം കൊണ്ടാണ് ഈ മകനെ പോറ്റി വളർത്തുന്നത്. മകനിങ്ങനെ വളർന്ന് വലുതാവണ്, മനോഹര ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല മാർക്കുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് മോൻ്റെ അവസ്ഥ. അങ്ങനെ മോനെ ഏതായാലും പഠിച്ച് വളർന്ന് വലിയ നിലയിലേക്ക് എത്തി, ഉഷാറായി, നല്ല സ്കിൽഫുള്ളായി. ഇനി നല്ലൊരു ജോലിക്ക് അവൻ അപേക്ഷിക്കണം. ജോലിയുണ്ട്, പക്ഷേ നല്ലൊരു ഉയർന്ന ജോലിക്ക് വേണ്ടി അപേക്ഷിക്കണം. അവൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് മാനേജർ പോസ്റ്റാണ്. ഒരു കമ്പനിയുടെ മാനേജർ പോസ്റ്റിലേക്കാണ് അവന് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്ത് ഒരുപാട് ആളുകൾ അവനോട് കോമ്പീറ്റ് ചെയ്യാനുണ്ട്, മത്സരിക്കാനുണ്ട്. ഒരുപാട് ആളുകൾ വന്നു, അവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു. അങ്ങനെ ഈ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യണം. ഈ കുട്ടി വലുതായിന്, എന്നാലും മാറി കുട്ടി തന്നെയാണല്ലോ. അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ്റെ CV ഒക്കെ നോക്കി. അവൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വളരെ എക്സലൻ്റ് ആണ്. മോനോട് ചോദിച്ചു, മോനെ എങ്ങനെ ഇത്രയും കാലം പഠിച്ചത്? എൻ്റെ ഉമ്മയായിരുന്നു എനിക്ക് കാശൊക്കെ തന്നിരുന്നത്, ആ ചിലവിലാണ് ഞാൻ പഠിച്ചത്. എന്താണ് ഉമ്മക്ക് എന്താ ജോലി? ഉമ്മ ഒരു അലക്കുകാരിയാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു, ഇത്രയും കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ സഹായിച്ചിട്ടുണ്ടോ? അലക്കുന്ന വിഷയത്തിൽ നിങ്ങളൊന്ന് അലക്കി കൊടുത്തിട്ടുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ സഹായിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, എന്നാൽ ഇത് നിങ്ങളുടെ ഒരു ക്രൂഷ്യൽ ഘട്ടമാണ്. നാളെ നിങ്ങൾ ഈ കമ്പനിയിലേക്ക് വരുന്ന സമയത്ത്, ഒന്നും കൂടി ഇൻ്റർവ്യൂ ആണല്ലോ, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളിതിൽ ഓക്കെയാണ്. പക്ഷേ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ടാസ്ക് ഇതാണ്, നിങ്ങൾ നാളെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേ ഉമ്മ അലക്കുമ്പോൾ ഉമ്മയുടെ കൈയൊന്ന് നോക്കണം, എന്നിട്ട് ഉമ്മയുടെ കൈയൊന്ന് വൃത്തിയാക്കി കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നാളെ തിരിച്ച് ഓഫീസിലേക്ക് വരണം, കമ്പനിയിലേക്ക് വരണം. ഓക്കെ, ഇദ്ദേഹം സമ്മതിക്കണം. എന്നാൽ അദ്ദേഹം വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം ഉമ്മ അലക്കണ സമയത്ത് ഈ മോനെ ഉമ്മയുടെ അടുത്തേക്ക് പോകണം. അത് പതിവില്ലാത്തൊരു ഹരവാണ്. മോനെ ചോദിച്ചു, എന്തേ മോനെ? ഒന്നുമില്ലമ്മ. ഉമ്മയുടെ കൈയൊന്ന് കാട്ടി. അപ്പോൾ അമ്മയുടെ കൈയൊന്നൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ സോപ്പ് പതണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോനെ കൈയൊന്നും ഇങ്ങനെ വെള്ളം പറഞ്ഞ് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു ഉമ്മയുടെ 2 കൈ. അപ്പോഴാണ് ഉമ്മയുടെ കയ്യിൽ ഒരുപാട് മുറികൾ കാണുന്നത്. ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു മുറികളും കുണ്ടുകളും കുഴികളൊക്കെ ഉണ്ട് ഉമ്മയുടെ കയ്യിൽ. അങ്ങനെ ഉണ്ടാവില്ല ചില ആളുകൾക്ക് അലക്കുന്ന സമയത്ത്. പക്ഷേ ഈ താത്താക്ക്, ഈ ഉമ്മാക്ക് എന്നും ഇതന്നെ ജോലി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകളുടെ അലക്കുക, കയ്യിൽ എപ്പോഴും സോപ്പും പാതയും സാബൂനൊക്കെയാണ് ഉമ്മയുടെ കയ്യിലുള്ളത്. അപ്പോൾ ഉമ്മയുടെ കൈ ക്ലീൻ ചെയ്ത് കൊടുത്ത സമയത്ത് ഈ കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. കാരണം ഇത്രയും കാലമായിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞില്ല. ഒരുപാട് വ്രണങ്ങളുണ്ട്, മുറിയുണ്ട്. കുട്ടിക്ക് ഭയങ്കര ടെൻഷനായി. ഈ മുറികളിൽ നിന്ന് വരുന്ന ഈ വേദന ഉണ്ടാവില്ല, ഈ മുറികൾ കാരണത്താൽ ഉണ്ടാവുന്ന വേദന ഉണ്ടാവുമല്ലോ, ഈ വേദനയൊക്കെ സഹിച്ചിട്ടാണ് ഈ ഉമ്മ അലക്കുന്നത്. എന്തിനെന്നറിയാമോ? ഈ കുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കാനും വേണ്ടിയിട്ട്. ആ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞുപോയി. കുട്ടി പറഞ്ഞു, ഉമ്മേ നിങ്ങൾ മാറി നിൽക്കുക, ഞാൻ അലക്കിക്കോളാം. ഉമ്മക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും കാലമായിട്ട് എൻ്റെ കുട്ടീനെ സഹായിക്കാൻ വന്നില്ല. ഇനി അഥവാ സഹായിക്കാൻ വരേണ്ടി തന്നെ ഞാൻ സമ്മതിക്കില്ല. മോൻ പഠിച്ചോ, മോനെ ഞാൻ പഠിക്കാൻ ഏൽപ്പിച്ചത്, മോൻ പഠിച്ചോ, മോൻ നന്നായിട്ട് പഠിച്ചോ, മോൻ ഉഷാറായി പഠിക്കേ, മോൻ ഈ കഷ്ടപ്പാടും വേദന ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞ ഉമ്മ മകനെ അലക്കാൻ സമ്മതിക്കാറുമില്ല. പക്ഷേ ഈ കുട്ടിയുടെ കണ്ണ് നിറഞ്ഞ് കുട്ടി ഉമ്മയോട് പറഞ്ഞു, ഉമ്മേ നിങ്ങൾ സൈഡിലേക്ക് നിൽക്കും, ഞാൻ അലക്കിക്കോളാം. അങ്ങനെ ഈ കുട്ടി മുഴുവൻ അലക്കണം. അങ്ങനെയൊക്കെ അലക്കി കഴിഞ്ഞ ആ ഒരു വേദനയിൽ ഇത്രയും കാലം ഞാൻ എൻ്റെ ഉമ്മയെ മനസ്സിലാക്കിയില്ല.
എന്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ളൊരു ടെൻഷനിൽ ഈ കുട്ടി ഇങ്ങനെ തലതായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നേരെ കുട്ടി നേരെ ഓഫീസിലേക്ക് പോകുന്നു. മുമ്പ് ഇൻ്റർവ്യൂ ചെയ്ത അതേ ആളുടെ മുന്നിലേക്ക് പോകുന്നു. അദ്ദേഹം ചോദിച്ചു, വീട്ടിലേക്ക് പോയി ഉമ്മയുടെ കൈയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തോ? കുട്ടി പറഞ്ഞു, യെസ്, ഉമ്മയുടെ കൈയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് എന്താ സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൈയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്തു. ഉമ്മയുടെ കയ്യിൽ ഒരുപാട് മുറിവുകളുണ്ടായിരുന്നു, ആ മുറിവുകളൊക്കെ ക്ലീൻ ചെയ്തു. ഉമ്മയോട് ഞാൻ സൈഡിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ അലക്കി കൊടുത്തു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് അലക്കി കൊടുത്തത്. എൻ്റെ ഉമ്മയുടെ കണ്ണിൽ ഞാൻ സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ കണ്ണുനീരുകൾ കണ്ടു. എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു, മിഴികൾ സജലങ്ങളായിരുന്നു. മാനേജർ പറഞ്ഞു, എന്താണ് നിങ്ങൾക്കപ്പോൾ ഫീൽ ചെയ്തത്? അപ്പോൾ ആ കുട്ടി പറയാണ്, ഇത്രയും കാലം ഞാൻ എൻ്റെ ഉമ്മയെ ഞാൻ മനസ്സിലാക്കിയില്ല. 2, ഉമ്മയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. 3, എൻ്റെ മരണത്തിന് ശേഷവും ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി കടപ്പെട്ടവനാണ്. ഉമ്മയ്ക്ക് വേണ്ടി എന്തു ചെയ്യും? കാരണം ഇത്രയും കാലം എന്നെ ആ വേദനകളൊന്നും അറിയിക്കാതെ ആ വേദനകളൊക്കെ സഹിച്ചിട്ട്, ആ വേദനകളെല്ലാം സഹിച്ചുകൊണ്ട് ആ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് എനിക്ക് വേണ്ടി എൻ്റെ ഉമ്മ എല്ലാം ചെയ്തു. മാനേജർ പറഞ്ഞു, മാനേജർ പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യണമല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പറഞ്ഞു, എക്സലൻറ്റ്, യു ആർ സെലക്റ്റഡ്. ഞങ്ങൾ സെലക്ട് ചെയ്ത്. കാരണം മറ്റുള്ളവരുടെ വേദന അറിയാനും മനസ്സിലാക്കാനും കഴിവ് നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവരുടെ വേദനയും മറ്റുള്ളവരുടെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് യു ആർ സെലക്റ്റഡ്. ഇതൊരു സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മാതാവും അല്ലെങ്കിൽ ഒരു കുട്ടിയും, അല്ലെങ്കിൽ ഒരു രക്ഷിതാവും ഒരു കുട്ടിയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ ആഴം, തിരിച്ചറിവുകൾ, ആ ഉമ്മ മകനെ വളർത്തിയ ഒരു ശൈലി, ആ ഉമ്മക്ക് ആ മകൻ തിരിച്ചു കൊടുത്ത ഒരു രീതി, ഒരു സ്വഭാവം, ഒരു സ്നേഹം, അതിലുള്ള രീതിശാസ്ത്രം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിന്ന് പറയാനുള്ളത്, എന്താണ് പാരൻറ്റിങ്, വൈ പാരൻറ്റിങ്, ഹൗ പാരൻറ്റിങ് ആൻഡ് വാട്ട് ഈസ് പാരൻറ്റിങ്. എന്താണ് പാരൻറ്റിങ്, എങ്ങനെയാണ് പാരൻറ്റിങ്, എന്തുകൊണ്ടാണ് പാരൻറ്റിങ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ കഥയിൽ നിന്ന് ഒരുപാട് മോറലുകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളൊക്കെ വലിയ ആളുകളാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇതിൻ്റെ മോറൽ എന്നുള്ളത്. അപ്പോൾ അതൊന്നും എല്ലാവരും മനസ്സിലാക്കുക. പടച്ച റബ്ബ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹ് പറയാം, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ നരകത്തെ തൊട്ട് സംരക്ഷിക്കണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ നഫ്സിനെയും നിങ്ങൾ നരകത്തെ തൊട്ട് സംരക്ഷിക്കണം. അതിൽ തീയിലേക്ക് ഇടുന്നത് കല്ലുകളാണ് കത്തിക്കുന്നത്. തീയിലേക്ക് വീഴുന്നത് മനുഷ്യരാണ്. കല്ലുകളുടെ കൂടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരാണ്. കത്തുന്ന കല്ലുകളിലേക്ക് ഒരു മനുഷ്യരും കൂടിയിട്ട് എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളെല്ലാ കുടുംബക്കാരെയും നിങ്ങൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം. നിങ്ങൾ രക്ഷിക്കണം, സേവ് ചെയ്യണം. നിങ്ങളുടെ കുടുംബക്കാരെ മുഴുവനും നിങ്ങളതിൽ നിന്ന് സേവ് ചെയ്യണം, നിങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് പഠിച്ചപ്പോൾ പറയാം. അപ്പോൾ നമ്മളെ മക്കളെ വളർത്തേണ്ട ഉത്തരവാദിത്വം, അത് നല്ല രീതിയിലാവേണ്ട ഉത്തരവാദിത്വം, അത് നമ്മുടെ അടുത്താണ്. നമ്മൾ എത്രത്തോളം മനോഹരമായിട്ട് നമ്മുടെ പാരൻറ്റിങ് നടത്തുന്നുവോ അത് അത്രത്തോളം ഉഷാറാവും മക്കളുടെ ഭാവി ഭാസുരമാവും. ഒക്കെ പാരൻറ്റിങ്ങിനനുസരിച്ചാണ്. ചിലപ്പോൾ നമ്മളൊക്കെ പറയും, മക്കൾ നന്നാവണില്ല, മക്കൾ പറഞ്ഞേക്കണില്ല, മക്കൾ അങ്ങനെ ചെയ്യണം, മക്കൾ ഇങ്ങനെ ചെയ്യണം, മക്കൾ മറിച്ചത് ചെയ്യണം, മറ്റേത് ചെയ്യണം. പ്രശ്നങ്ങളൊക്കെ നമ്മളടുത്തായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് രക്ഷിതാവ് എന്ന് പറയുമ്പോൾ, പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് ദം വിത്ത് ദ കെയർ ദ നീഡ് ടു ബി ഹാപ്പി ആൻഡ് ഹെൽത്തി ആൻഡ് ടു ഗ്രോ ആൻഡ് ഡെവലപ്പ് വെൽ. ഈ 4 കാര്യങ്ങൾ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ടു പ്രൊവൈഡ് ദം വിത്ത് ദ കെയർ ദ നീഡ് ടു ബി ഹാപ്പി. മക്കൾ സന്തോഷത്തോടെ ജീവിക്കണം, അതിന് വേണ്ട കെയർ നമ്മൾ കൊടുക്കണം. കെയർ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ശ്രദ്ധ നമ്മൾ കൊടുക്കണം. മക്കൾ ഹാപ്പി ആയിരിക്കണം. ഹാപ്പി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. മക്കളുടെ മനസ്സ് എപ്പോഴും ഹാപ്പി ആയിരിക്കണം. മക്കളുടെ മനസ്സ് എപ്പോഴും സന്തുഷ്ടമായിരിക്കണം. അപ്പോൾ അതിന് മനസ്സിനാവശ്യമുള്ള സംഗതികൾ നമ്മൾ നൽകണം. അതുപോലെ ആൻഡ് ഹെൽത്തി, മക്കളെപ്പോഴും ആരോഗ്യ ദൃഢഗാത്രരാവണം. വേണ്ട ഭക്ഷണം നമ്മൾ നൽകണം. ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾക്കാണ് ഭക്ഷണക്കാട് കൊടുക്കും. വീട്ടിലെന്താണോ ആണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ഭർത്താവ് എന്താ കൊണ്ടുവന്നത് കൊടുക്കും, അല്ലെങ്കിൽ എന്താ ചെലവ് കൊടുക്കും. അതായിരിക്കും നമ്മുടെ നിലവിലെ സ്ഥിതി. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേ വേണ്ട ഭക്ഷണങ്ങളുണ്ട്. ഓരോ പ്രായത്തിലും മക്കൾക്ക് ആവശ്യമുള്ള ഭക്ഷണമുണ്ട്. ന്യൂട്രീഷ്യസ് ഡയറ്റ്, ന്യൂട്രീഷ്യസ് ഫുഡ്. അപ്പോൾ ആ ഒരു ഭക്ഷണത്തിലേക്ക് നമ്മൾ മാറിയാൽ ഇതേ ചിലവ് വരുള്ളൂ. ചിലപ്പോൾ ഇത്രയും ചിലവ് വരില്ല, ചിലപ്പോൾ ഇത്രയും ഭക്ഷണത്തിൻ്റെ ആവശ്യം വരില്ല. അങ്ങനത്തെ ഭക്ഷണം നമ്മൾ കൊടുത്താലേ നമുക്ക് നമ്മുടെ മക്കളുടെ ആരോഗ്യം നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. അവരുടെ ബോഡി
ഫിസിക്കലി അവർ ഫിറ്റ് ആവണം. മറ്റൊന്ന് ആൻഡ് ടു ഗ്രോ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ. മക്കൾ വളരെന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ ഭക്ഷണം വേണ്ടി വരും അല്ലേ, അവർക്ക് സെക്യൂരിറ്റി വേണ്ടി വരും. അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചികിത്സിക്കേണ്ടി വരും, മക്കളെ മറ്റുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും തടസ്സങ്ങളിലൊക്കെ സംരക്ഷിക്കേണ്ടി വരും. ഫിസിക്കലി അവർ ഫിറ്റ് ആവേണ്ടി വരും അല്ലേ, അവർക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് വേണ്ട വ്യായാമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, എക്സസൈസ് ചെയ്യാൻ കഴിയണം, കളിക്കണം. കാരണം ഫിസിക്കലി ഫിറ്റ് ആകുമ്പോഴാണ് മെൻ്റലി ഫിറ്റ് ആവുക. ഈ കാര്യങ്ങളൊക്കെ ഒരു പേരൻറ്റ് കൊടുക്കണം, രക്ഷിതാവ് കൊടുക്കണം. ആൻഡ് ഡെവലപ്പ് വെൽ, അവരുടെ ബ്രെയിൻ, തലച്ചോറ്, മക്കളുടെ തലച്ചോറും നന്നായിട്ട് വളരണം. അപ്പോൾ അത് വെറുതെ വളരില്ല, തലച്ചോറ് ഇങ്ങനെ വലുതായി വരും. പക്ഷേ തലച്ചോറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മക്കളെ നെർച്ചർ ചെയ്യുന്നത്, എങ്ങനെയാണോ നമ്മൾ വളർത്തുന്നത്, അതിനനുസരിച്ചായിരിക്കും മക്കളുടെ തലച്ചോറ് വളരുക. അപ്പോൾ നല്ല കുടുംബ ബന്ധങ്ങളിലേക്ക് പോകുന്ന ഉമ്മയും വാപ്പയാണെന്നുണ്ടെങ്കിൽ ആ മക്കളുടെ തലച്ചോറ് ആ രൂപത്തിലായിരിക്കും വളരുക. റിലേഷൻഷിപ്പ് കൂടും, സ്വാഭാവികമായിട്ടും ബന്ധങ്ങൾ കൂടുമ്പോൾ ആയുസ്സും കൂടും എന്നുള്ളതാണ്. കുട്ടിയുടെ ചിന്തയിലും മാറ്റം ഉണ്ടാവും. നേരെ മറിച്ച് ഇൻട്രോവേർട്ടായിട്ട് എവിടേക്കും പോകാത്ത, കുടുംബത്തിലൊന്നും പോകാത്ത, ആരോടും സംസാരിക്കാത്ത, എല്ലാവരോടും തെറ്റി അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ കുട്ടിയുടെ മൈൻഡ്, ബ്രെയിൻ ആ രൂപത്തിൽ ഷേപ്പാവും. നല്ല ചിന്തിക്കുന്ന കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുന്ന രക്ഷിതാവാണെങ്കിൽ കുട്ടികളുടെ മൈൻഡ്, കുട്ടികളുടെ ബ്രെയിൻ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഏത് രീതിയിലാണോ കുട്ടികളെ നമ്മൾ വളർത്തുന്നത്, കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്, കുട്ടികൾ കണ്ടു വളരുന്നത്, കുട്ടികൾക്ക് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും കുട്ടികളുടെ തലച്ചോറുണ്ടാവുക. അപ്പോൾ ഒരു പാരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കലാണ്. ഒന്ന്, ടു ബി ഹാപ്പി, മക്കളെപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണം. സ്ട്രെസ് ഉണ്ടാവും, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഈ ഒരു സന്ദർഭത്തിലും മക്കൾക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ കഴിയണം, അതിനെ കോപ്പ് ചെയ്യാൻ കഴിയണം, ക്രൈസിസ് മാനേജ് ചെയ്യാൻ കഴിയണം. മക്കളെ സന്തോഷം, എന്നും മക്കൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനിലാണ്, അത് ആ കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കും. വീട്ടിലമ്മയും വാപ്പി മക്കളുടെ മുന്നിൽ നിന്ന് എപ്പോഴും തല്ലുകൂടിയാൽ കുട്ടീനെ ബാധിക്കും, കുട്ടിയെ ഹാപ്പി ആവില്ല, പക്ഷേ ട്രോമാറ്റിക് സ്റ്റേജിലേക്ക് വരെ കുട്ടി എത്തും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എൻ്റെ ഹെൽത്തി, കുട്ടി ബോഡി ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആവണം, കളിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം, സൗകര്യങ്ങൾ കൊടുക്കണം, കളിപ്പിക്കണം, അവരുടെ ബോഡി ഫിറ്റ് ആയിരിക്കണം. അപ്പോൾ ഓരോ ഏജിനും അതിനനുസരിച്ച് നമ്മൾ കളിപ്പിക്കണം, അതിനനുസരിച്ച് കളികൾക്കുള്ള അവസരങ്ങൾ കൊടുക്കണം, നടക്കാനും ഓടാനും ഉള്ള അവസരങ്ങൾ കൊടുക്കണം. അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പിന്നെ എന്താ പറയുക, ടോയ്സൊക്കെ വാങ്ങി കൊടുക്കണം. അതിനനുസരിച്ചുള്ള പ്ലേസൊക്കെ ഉണ്ടല്ലോ, കളികളൊക്കെ ഉണ്ടല്ലോ, അറിയാലോ. അപ്പോൾ ഫിസിക്കലി അവരെ ഫിറ്റ് ആക്കണം. മറ്റേത് നമ്മളിങ്ങനെ വീട്ടിലിട്ട് ഇങ്ങനെ ഒരു ബ്രോയിലർ ചിക്കനെ പോലെ ഇങ്ങനെ വളർത്തിയാൽ കുട്ടിക്ക് ഒന്നിനും കഴിയില്ല. മറിച്ച് കുട്ടിക്ക് കുറച്ച് ക്രൈസിസ് മാനേജ് ചെയ്യേണ്ടി വരും, കുറച്ച് ഡെവലപ്പ് ചെയ്യേണ്ടി വരും ഫിസിക്കലി. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ, അപ്പോൾ കളിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം കുട്ടികൾക്ക്. അപ്പോൾ ഒന്നാമത്തെ അവരുടെ മെൻ്റലി, അവരുടെ മൈൻഡിനെ നമ്മൾ ഫ്രീ ആക്കണം, ഹാപ്പി ആക്കണം. 2, ഫിസിക്കലി അവരെ ഫിറ്റ് ആക്കണം, ശാരീരികമായിട്ട് അവർക്ക് കളിക്കാനും ആസ്വദിക്കാനും നടക്കാനും ചിരിക്കാനും ഓടാനൊക്കെ ഉള്ള അവസരങ്ങൾ നൽകണം. ചളിയും മണ്ണൊക്കെ കുട്ടി മനസ്സിലാക്കണം, അറിയണം, അനുഭവിക്കണം. അല്ലാതെ കുട്ടികളെ തീരെ ചളി കൂടാതിരിക്കരുത്, ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടും. മണ്ണും ചെളിയൊക്കെ അറിയണം, ഓവറാക്കരുതെന്നേ ഉള്ളൂ. എല്ലാം അതിൻ്റെ ഒരു പാകത്തിന് മക്കൾക്ക് നമ്മൾ അനുവദിക്കണം. മൂന്നാമത്തതാണ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ. അതാണ് കുട്ടികളെ വളരാൻ അനുവദിക്കുക. നല്ല ഭക്ഷണം കൊടുക്കേണ്ടി വരും. കുട്ടികൾക്ക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മക്കളെ വളർത്തുക. എങ്ങനെ വളർത്തുക? മക്കൾക്കൊരു സംരക്ഷണം നൽകണം. അപ്പോൾ വെള്ളക്കെട്ടിൻ്റെ അടുത്ത് അങ്ങോട്ട് പോകാൻ അയക്കരുത്, അല്ലെങ്കിൽ അതിനൊരു തടസ്സങ്ങൾ വെക്കണം. കോണിയാണെന്നുണ്ടെങ്കിൽ, ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ആ ഗോണിപ്പടി അതിൻ്റെ ഒരു ലോക്ക് വേണം, ഒരു ഗ്രില്ല് എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ താഴോട്ട് വീഴും, മരണം വരെ സംഭവിക്കാം. അപ്പോൾ അതിൽ നിന്ന് ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. തീൻ്റെ അടുത്തേക്ക് വിടാൻ പാടില്ല, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ കഴിഞ്ഞ് നടന്ന് അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടിയെ കെയർ ചെയ്യേണ്ടി വരും. കുട്ടിയുടെ സെക്യൂരിറ്റി വേണം, കുട്ടിയുടെ ഭക്ഷണം, എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിനപ്പുറം കുട്ടിക്ക് വേണ്ട ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കണം. ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫീഡിങ് വേണം. മുലപ്പാൽ തന്നെ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ. എന്തെങ്കിലും തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മാത്രം അത് മാറ്റി നിർത്തുക. കാരണം കുട്ടിക്ക് എപ്പോഴും രോഗപ്രതിരോധ ശേഷി നൽകുന്ന സംഗതിയാണ് ഈ മുലപ്പാൽ എന്നുള്ളത്. ഈ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടിയും മുലപ്പാൽ കുടിക്കാത്ത വളരുന്ന കുട്ടിയിലും അതിനെ മാറ്റം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാം പറഞ്ഞ പോലെ ഹൗലൈൻ കാമിലൈൻ, നമ്മൾ പൂർണ്ണമായിട്ട് ആ സമയം മുഴുവൻ എന്ത് ചെയ്യുക, കുട്ടിക്ക് പാൽ കൊടുക്കണം. അതുപോലെ മറ്റു ഭക്ഷണങ്ങളൊക്കെ അങ്ങനെ തന്നെ. കുട്ടികൾക്ക് അവരുടെ കൊഗ്നിറ്റീവ്, അവരുടെ ബ്രെയിൻ വളരാനുള്ള, അവരുടെ ഹെൽത്തി അവർക്ക് ഫിറ്റ് ആവാനുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ നമ്മളവർക്ക് കൊടുക്കണം. നാലാമത്തതാണ് ബ്രെയിൻ, തലച്ചോറ്. ബ്രെയിന് ഡെവലപ്പ് ആവാനുള്ള കെയറും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറ് ഡെവലപ്പ് ആകാന്ന് പറഞ്ഞാൽ നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാവണം. അത് കുട്ടികളെ ശീലിപ്പിക്കണം.
അതിഥികളെ സൽക്കരിക്കുന്നതിൽ നമ്മൾ സുന്ദരമായിട്ട് സൽക്കരിക്കണം, അത് മക്കളെ ശീലിപ്പിക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ സ്വതക്ക കൊടുക്കണം, അതും കുട്ടികളെ ശീലിപ്പിക്കണം. മറ്റുള്ളവരോട് നല്ല കോലത്തിൽ നമ്മൾ പെരുമാറണം, അത് കുട്ടിയെ ശീലിപ്പിക്കണം. നമ്മുടെ ഇടയിൽ ഒരു ഐക്യം വേണം, ആ ഐക്യത്തോടു കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, അത് കുട്ടിയെ ശീലിപ്പിക്കണം. നല്ലത് മാത്രം ചിന്തിക്കാനുള്ള അവസരം കുട്ടിക്ക് കൊടുക്കണം, നമ്മളവരുടെ മുന്നിൽ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഡിസ്കസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കുട്ടിയുടെ മുന്നിൽ നമ്മൾ കാണിക്കണം, കുട്ടിയെ അംഗീകരിക്കണം, കുട്ടിയെ പഠിപ്പിക്കണം. ഇതൊക്കെ കുട്ടിയുടെ തലച്ചോറ് രൂപപ്പെടാൻ നിദാനാവും. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചായിരിക്കും കുട്ടിയുടെ തലച്ചോറ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഒരു ഒപ്റ്റിമിസ്റ്റിക് ശുഭാപ്തി വിശ്വാസത്തിലേക്ക് കുട്ടിയെ ഇങ്ങനെ കൊണ്ടുവരണം, അല്ലാതെ പേടിപ്പിക്കരുത്. ചിലരുണ്ടാവും കുട്ടിയെ അങ്ങനെ ചെറുപ്പം മുതലേ പേടിപ്പിക്കും എന്നൊക്കെ ചെയ്യും, അതൊന്നും ചെയ്യരുത്. അതൊരു വേറെ രീതിയിലേക്കാണ് മാറുക. അപ്പോൾ പാരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് കെയർ കൊടുക്കലാണ്. കുട്ടി ഹാപ്പി ആവാനുള്ള കെയർ, കുട്ടി ഡെവലപ്പ് ചെയ്യാനുള്ള കെയർ, കുട്ടി ഗ്രോ ചെയ്യാനുള്ള കെയർ, കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനുള്ള കെയർ. ഈ 4 സംഗതി, മെൻ്റലി, ഫിസിക്കലി, അതുപോലെ ബ്രെയിന്, പിന്നെ ഭക്ഷണം, ന്യൂട്രീഷൻ, ഹെൽത്ത്, ഈ 4 രീതിയിലും നമ്മൾ കുട്ടിയെ എന്ത് ചെയ്യണം, പാരൻറ്റിങ് നടത്തണം. ഇതാണ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പാരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ കുട്ടിയെ കെയർ ചെയ്യുക. ഈ 4 ഏരിയകളിലും കുട്ടിയെ കെയർ ചെയ്യുന്നതിനാണ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് പാരൻറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ കുട്ടിയെ കെയർ ചെയ്യണം. എന്തിനാണ് കെയർ ചെയ്യുന്നത്? കുട്ടി ഹാപ്പി ആവാൻ അല്ലേ, കുട്ടി ഫിസിക്കലി ഫിറ്റ് ആവാൻ, കുട്ടി നന്നായിട്ട് വളരാൻ, ഗ്രോ, കുട്ടി നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ, പുരോഗതി. ഗ്രോ എന്ന് പറഞ്ഞാൽ ബോഡി, ശരീരം, കയ്യ്, കാല്, തലച്ചോറ്, മൂക്ക്, നാക്ക്, ഇതൊക്കെ ഇങ്ങനെ വളരാം, പ്രായത്തിനനുസരിച്ച് വളരുക, അതാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 വയസ്സായ ഒരു കുട്ടി, ആ 2 വയസ്സിൻ്റെ കുട്ടീൻ്റെ ഒരു പക്വത കാണിക്കണം. 2 വയസ്സായ കുട്ടി ചിരിക്കും, അല്ലെങ്കിൽ നടക്കും, അല്ലെങ്കിൽ സംസാരിക്കും. അല്ലെങ്കിൽ 2 വയസ്സായ കുട്ടിക്ക് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ അതൊക്കെ ഈ 2 വയസ്സിൽ നമ്മുടെ കുട്ടി പ്രകടിപ്പിച്ചിരിക്കണം. അതാണ് കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. 2 വയസ്സായി, അപ്പോൾ കയ്യും കാലും തലയൊക്കെ ഉണ്ട്, പക്ഷേ 2 വയസ്സായ കുട്ടി സാധാരണ 2 വയസ്സായ കുട്ടി ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ചെയ്യണില്ല. അങ്ങനെയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുട്ടിക്ക് നമ്മൾ ഡെവലപ്മെൻറ്റിനുള്ള അവസരങ്ങൾ കൊടുക്കണം. ഇതാണ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. കൃത്യമല്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ മക്കളെ ഈ 4 രീതിയിൽ നമ്മൾ പാരൻറ്റിംഗ് നടത്താറുണ്ടോ? ആലോചിച്ച് നോക്കി, കുറച്ച് സമയം തരാം നിങ്ങൾക്ക് ആലോചിക്കാൻ. സ്വന്തം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ മക്കൾ നമ്മൾ ഈ 4 രൂപത്തിൽ നമ്മൾ പാരൻറ്റിംഗ് നടത്താറുണ്ടോ? ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്? ഡെയിലി എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അതല്ലെങ്കിൽ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാറുള്ളൂ? ആരെങ്കിലും പറയുമ്പോൾ മാത്രമാണോ ശ്രദ്ധിക്കാറുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി. പ്രയോറിറ്റി നമ്മളെ പാരൻറ്റിങ്ങിനെ കുറിച്ച്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പറയാനുള്ളത് ഹൗ പാരൻറ്റിങ് അഫക്ട്സ് ദി ചിൽഡ്രൻ. നമ്മളെ മക്കളെ എങ്ങനെയാണ് ഈ പാരൻറ്റിങ് അഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ മക്കളെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളതാണ്. ചില വാപ്പാരുണ്ടാവും ചെറുപ്പത്തിൽ മക്കളൊക്കെ അല്ലേ എപ്പോഴും ദേഷ്യം പിടിക്കാൻ മാത്രം വായ തുറക്കും. അതുണ്ടാവും ചില വാപ്പാർ, നല്ലത് പറയില്ല, ദേഷ്യം പിടിക്കാൻ മാത്രം, മക്കളോട് കയർക്കാൻ, ദേഷ്യപ്പെടാൻ, ചീത്ത പറയാൻ, വഴക്ക് പറയാൻ, ഇതിനൊക്കെ മാത്രം വാപ്പാർ വായ തുറക്കും. ഇങ്ങനത്തെ വാപ്പാരുടെ കുട്ടികൾക്ക് എന്തായിരിക്കും? ദേഷ്യമായിരിക്കും. ഒരിക്കലും ഒരു സ്നേഹം ഉണ്ടാവില്ല. ഇനി എത്ര സാധനം നമ്മൾ വാങ്ങി കൊടുത്താലേ ഇങ്ങനത്തെ വാപ്പാരോട് അല്ലെങ്കിൽ ഉമ്മാരോട് ഒരു സ്നേഹം ഉണ്ടാവില്ല. കാരണം ഈ വാപ്പാക്ക് സത്യം പറഞ്ഞാൽ സ്നേഹം ഉണ്ടായതുകൊണ്ടാവും ഈ വാപ്പയും ഒക്കെ ഇങ്ങനെ പറയണത്. പക്ഷെ അവർക്ക് പാരൻറ്റിങ് എന്താണെന്നുള്ള അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഹൗ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ, നല്ലൊരു പാരൻറ്റിങ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും? കുട്ടിയുടെ സ്കില്ലിൽ കുട്ടി ഉഷാറാവും. എല്ലാ കുട്ടികൾക്കും എല്ലാ സ്കില്ലും ഉണ്ടാവില്ല, പക്ഷേ ഏതെങ്കിലും ഒരു സ്കില്ല് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. ഏത് കുട്ടിയാണെങ്കിലും എന്തെങ്കിലും സ്കില്ലുണ്ടാവും. നല്ലൊരു പാരൻ്റ് ആണെങ്കിൽ ഈ കുട്ടിയുടെ സ്കില്ല് ആ പാരൻ്റ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവും. ഒരു സ്കില്ലിൽ കുട്ടി ഉഷാറായിരിക്കും. കുട്ടിക്ക് കഴിവുള്ളൊരു വിഷയത്തിൽ കുട്ടി വളരെ എക്സലൻ്റ് ആയിരിക്കും. അതൊരു നല്ലൊരു പാരൻറ്റിങ്ങിൻ്റെ അടയാളമാണ്. അപ്പോൾ നല്ലൊരു പാരൻ്റ് ആ നിലയിൽ നമ്മുടെ കുട്ടിയെ ഡെവലപ്പ് ചെയ്യും. രണ്ടാമത് ഫീവർ ബിഹേവിയർ പ്രോബ്ലംസ്. നല്ല രൂപത്തിലുള്ള പാരൻറ്റിങ് ആണ് ഒരു കുട്ടിക്ക് കിട്ടിയതെങ്കിൽ ആ കുട്ടിയിൽ ദുഷിച്ച സ്വഭാവമൊന്നും വല്ലാതെ ഉണ്ടാവില്ല. ചെറിയ ദൂഷ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവിക മനുഷ്യന്മാരല്ലേ. പക്ഷെ നല്ലൊരു പാരൻറ്റിങ് കിട്ടിയാലേ കുട്ടിയിൽ ഇങ്ങനെ വേണ്ടാത്ത സ്വഭാവമൊന്നും വല്ലാതെ ഉണ്ടാവില്ല. ഈ ദുഷിച്ച സ്വഭാവങ്ങളൊക്കെ വ്യാപകമായിട്ടൊരു കുട്ടിയിലുണ്ടെങ്കിൽ ആ പാരൻറ്റിങ് അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എക്സെപ്ഷണൽ കേസുകൾ ഉണ്ടാവാം, പക്ഷെ പൊതുവെ അങ്ങനെയാണ്. പിന്നെ ബെറ്റർ മെൻ്റൽ ഹെൽത്ത്. നല്ലൊരു പാരൻറ്റിങ് കിട്ടിയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി എപ്പോഴും മെൻ്റൽ ഹെൽത്ത് ഉഷാറായിരിക്കും. കുട്ടിയുടെ മനസ്സെപ്പോഴും പക്വമായിരിക്കും. ടെൻഷനും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മനുഷ്യന്മാരാണ്, സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷെ അതിന് ആ ടെൻഷനെ ഓവർകം ചെയ്യാനുള്ളൊരു കഴിവ് ഈ കുട്ടിയിലുണ്ടാവും. മാത്രമല്ല ഈ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, മാനസിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഈ വാപ്പയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടിയിട്ടുണ്ട്, ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടിയിട്ടുണ്ട്, അവരുടെ കെയർ പൂർണ്ണമായും ലഭിക്കുന്നുണ്ട്. ഈ ഉമ്മയുടെ കെയർ അല്ലെങ്കിൽ വാപ്പയുടെ കെയർ കിട്ടാതിരുന്നാൽ ഈ കുട്ടി മറ്റൊരു രീതിയിലേക്ക് മാറും. വജദക ലോല്ലൻ ഫഹദ എന്ന് പടച്ചോൻ പറയേണ്ട റസൂൽ ഞങ്ങൾ ഉമ്മല്ല വാപ്പയില്ല, രണ്ടാളും ചെറുപ്പത്തിൽ വഫാത്തായിട്ടുണ്ട്.
സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ കുട്ടികൾ ഒരു ഗൈഡൻസ് ഇല്ലാതെ അൺസിവിലൈസ്ഡ് ആയിട്ട് നല്ല സ്വഭാവമൊന്നും ഉണ്ടാവാറില്ല സ്വാഭാവികമായിട്ടും. കാരണം ഉമ്മയും വാപ്പയൊന്നും ഇല്ലാതെ ഇങ്ങനെ വളരുന്ന കുട്ടികൾക്ക് കെയർ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തെ നല്ല സ്വഭാവം ആവില്ല. പക്ഷേ നിങ്ങളുടെ സ്വഭാവം ഏറ്റവും മനോഹരമായ സ്വഭാവമാണ്. കാരണം പടച്ചറബ് നിങ്ങളങ്ങനെ വളർത്തി എന്നുള്ളതാണ്. പടച്ചറബ് നിങ്ങളങ്ങനെ വളർത്തി. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഈ ഒരു കെയർ കൊടുത്താൽ, ഒരു സ്നേഹം കൊടുത്താൽ, നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്താൽ അവരിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വല്ലാതെ ഉണ്ടാവില്ല സ്വഭാവത്തിലും. കാരണം നമ്മളെന്താണോ പഠിപ്പിക്കുന്നത്, ഇതുപോലെ ദുസിർ റബി അല്ലേ, ഒരു കുട്ടി എന്ന് പറയുന്നത് അതുപോലെ വാപ്പനല്ലേ ഉമ്മാൻ്റെ അവരുടെ സിറാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത്, നമ്മളിൽ എന്താണോ കാണുന്നത് അതാണ് നമ്മുടെ മക്കളിലുണ്ടാവുക. അപ്പോൾ അതാണ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പാരൻറ്റിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ എല്ലാ കാര്യത്തിലും അവർ ഉഷാറാവണം, അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അവർക്ക് സ്വഭാവം കാര്യങ്ങളൊക്കെ വൈകല്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ ബെറ്റർ മെൻ്റൽ ഹെൽത്ത്, അവരുടെ മാനസികാരോഗ്യം എപ്പോഴും നല്ല ഒരു നിലയിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഗ്രേറ്റർ സോഷ്യൽ കോമ്പിറ്റൻസ്, എപ്പോഴും അവർ സാമൂഹികമായിട്ട് ഇടപഴകാനും സംസാരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ നല്ല ഉഷാറായിരിക്കും, നല്ല ഡീലിങ്ങുള്ള ആളുകളായിരിക്കും. കാരണം അവരുടെ പാരൻസ് എങ്ങനെ അവർ പാരൻറ്റിങ് നടത്തി, അപ്പോൾ ആ രീതിയിൽ നമ്മൾ പാരൻറ്റിങ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഹൗ എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ അവരുടെ മാനസികമായിട്ട്, അവരുടെ സ്കില്ലിൽ, സോഷ്യൽ റിലേഷൻഷിപ്പിൽ, സാമൂഹിക ബന്ധങ്ങളിൽ, മറ്റു കാര്യങ്ങളിലൊക്കെ അവരെ ശ്രദ്ധിക്കുക, അവരെ ഉഷാറാക്കി കൊണ്ടുവരിക, അവരെ എക്സലൻ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് പാരൻറ്റിങ് ഉഷാറാക്കാൻ കഴിയും. ഈ ഒരു മേഖലയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് പാരൻറ്റിങ് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് പാരൻറ്റിങ് എന്നുള്ളത് പറഞ്ഞു അല്ലേ? എങ്ങനെയാണ് പാരൻറ്റിങ് എന്നുള്ളത്, ഒന്ന് നല്ല അവരുടെ സ്കില്ലിൽ അവർ ഉഷാറാവണം, അതിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഫീവർ ബിഹേവിയർ പ്രോബ്ലംസ്, ദുഷിച്ച സ്വഭാവങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. നമ്മളങ്ങനെ മക്കളെ വളർത്തണം, നമ്മളങ്ങനെ ശീലിപ്പിക്കണം, നമ്മളങ്ങനെ റോൾ മോഡലും ആവണം. ലെസ് സബ്സ്റ്റൻസ് അബ്യൂസ്, അവർ വല്ലാതെ ഈ ഡ്രഗ്സ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യൂല. കാരണം ഈ മാതാപിതാക്കളെ ശ്രദ്ധ കിട്ടുന്ന കുട്ടികളെ, മാതാപിതാക്കൾ ഓവർ കെയർ അല്ല കേട്ടോ, ഓവർ കെയർ ഇൻഷാല്ലാ വിശദീകരിക്കാം വരും ക്ലാസ്സുകളിലൊക്കെ. മാതാപിതാക്കളെ ശ്രദ്ധിക്കുമെന്നുണ്ടെങ്കിൽ കുട്ടികൾ വല്ലാതെ സബ്സ്റ്റൻസ് യൂസ് ഒന്നും ഉണ്ടാവില്ല, അവർ അബ്യൂസ് ഒന്നും ഉണ്ടാവില്ല, അവർ വല്ലാതെ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യില്ല, ലഹരി കാര്യങ്ങളിലേക്കൊന്നും അവർ വല്ലാതെ, അല്ലെങ്കിൽ പുകവലി ഇതിലേക്കൊന്നും വല്ലാതെ പോകില്ല. മാതാപിതാക്കളുടെ കെയർ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ. കെയർ എന്ന് പറയുമ്പോൾ വിചാരിക്കും ചിലപ്പോൾ മാസത്തിലൊരിക്കൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ ശ്രദ്ധിക്കുക, അങ്ങനെയല്ല, അതുകൊണ്ട് ഉപകാരമല്ല. കാരണം ഇതൊരു റൂട്ടീൻ ആവണം, ഡയലി, അല്ലെങ്കിൽ ഇന്ന സമയം, അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഉമ്മ ചോദിക്കാറുണ്ട് ഇന്ന് ഇവിടെ പോയത്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉമ്മക്ക് അറിയും, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉമ്മ വാച്ച് ചെയ്യും, അവരൊക്കെ ആരാക്കുക എന്നുള്ളതൊക്കെ അന്വേഷിക്കും എന്നുള്ള ഒരു ഫീലിംഗ് ഒരു കുട്ടിയിലുണ്ടെങ്കിൽ, ഇങ്ങനത്തെ കുട്ടികളെ ഈ ഡ്രഗ് അബ്യൂസിലേക്കും, ഇങ്ങനത്തെ ലഹരി അല്ലെങ്കിൽ സ്മോക്കിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ കള്ള്, കഞ്ചാവ്, ഇതിലേക്കൊക്കെ പോലെ വളരെ കുറവാണ് എന്നാണ് പഠനങ്ങൾക്ക് തെളിയിക്കുന്നത്. അപ്പോൾ നമ്മളെ മക്കളെ കെയർ ചെയ്താൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല അവർ സാമൂഹികമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാകും. അവരുടെ ഫ്രണ്ട്സിൻ്റെ അടിയിലാണെങ്കിലും, കുടുംബക്കാരുടെ അടിയിലാണെങ്കിലും, ആരുടെ അടിയിലാണെന്നുണ്ടെങ്കിലും ഇവർക്ക് നല്ല ഡീൽ ചെയ്യാനും പെരുമാറാനും കഴിയും. അത് മാതാപിതാക്കൾ അങ്ങനെ വളർത്തി കൊണ്ടുവരുന്നതിനനുസരിച്ചാണ്. മാതാപിതാക്കളും നല്ല ഡീൽ ചെയ്യില്ലെന്നുണ്ടെങ്കിൽ കുട്ടികളും സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിലൊക്കെ നമ്മൾ മക്കളെ കെയർ ചെയ്യണം. ഇതാണ് റസൂൽ പഠിപ്പിച്ചത്. റസൂലിൻ്റെ സ്വഭാവം അങ്ങനെ ആയിരുന്നു. കാന ഖുലുഖുൽ ഖുർആൻ, അതായിരുന്നു റസൂലിൻ്റെ സ്വഭാവം. ആ ഒരു സ്വഭാവം തന്നെയാണ് റസൂൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തതും. ഞാൻ പറഞ്ഞാൽ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി ഒന്നും കൂടി നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ്, വൈ പാരൻറ്റിങ്, എന്തിനാണ് പാരൻറ്റിങ് എന്നുള്ളത്, പാരൻറ്റിങ് കൊണ്ടുള്ള ഉപകാരം എന്താണ്? ഒന്നാമത്തെ ഉപകാരം ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് കെയർ. പാരൻറ്റിങ് നല്ല കൊല്ലത്തിൽ നമ്മൾ മക്കളെ വളർത്തിയാൽ നമ്മുടെ മക്കൾക്ക് എൻ്റെ ഉമ്മ ഉണ്ടല്ലോ, എൻ്റെ വാപ്പ ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ആ ഒരു സെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യും. എന്നെ ശ്രദ്ധിക്കാൻ, എനിക്ക് വേണ്ടി എന്ന് ചെയ്താൽ എൻ്റെ ഉമ്മയും വാപ്പ ഉണ്ടല്ലോ എന്നുള്ളൊരു സ്നേഹവും കരുതലും ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് കുട്ടിയിൽ പ്രകടമാവും. കുട്ടിയെ എന്ത് ചെയ്യും, മെൻ്റലി ഫ്രീ ആക്കും. മറ്റേ കുട്ടിക്ക് സ്ട്രെസ് ആയിരിക്കും, ചിലപ്പോൾ ഇന്നാരെ സംരക്ഷിക്കുക, എനിക്കാരത് കൊടുന്നേരം, എനിക്കാരത് മറ്റേത് കൊടുന്നേരം, ചിലപ്പോൾ ഇന്നെ അങ്ങനെയുള്ളൊരു ഫീലിംഗ് കുട്ടിയിൽ വരും. ഇതിപ്പോൾ ഒരു കുട്ടിക്ക് അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവില്ല, കാരണം എൻ്റെ ഉമ്മയും വാപ്പ ഉണ്ടല്ലോ എനിക്ക് എന്തിനും. അപ്പോൾ കുട്ടി മെൻ്റലി ഫ്രീ ആണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. കുട്ടിക്ക് മറ്റുള്ള ചിന്തിക്കാനും മറ്റുള്ളതിൽ ഏർപ്പെടാനൊക്കെ കുട്ടിക്ക് ഒരു മൈൻഡും മനസ്സും താല്പര്യവും ഉണ്ടാവും. മറ്റേത് അതിനുള്ള സമയം കിട്ടില്ല. അപ്പോൾ നല്ലൊരു പാരൻറ്റിങ് ആണെന്നുണ്ടെങ്കിൽ കുട്ടി എപ്പോഴും ഫ്രീ ആയിരിക്കും മെൻ്റലി. അതുകൊണ്ട് തന്നെ കുട്ടി പരമാവധി ഒരുപാട് ഉയർന്ന് ചിന്തിക്കാനും അതുപോലെ പ്രവർത്തിക്കാനൊക്കെ കുട്ടി ശ്രമിക്കും. രണ്ടാമത് സോഷ്യൽ റിലേഷൻസ്, സാമൂഹിക ബന്ധങ്ങൾ. ചില കുട്ടികളെ കണ്ടില്ലെങ്കിൽ പിന്നെ വീട്ടിൽ ആരെങ്കിലും കയറിയിരുന്നാലും മെയിൻ്റെ ചെയ്യില്ല, അവനോട് നീച്ചോ, കയ്യിൽ എന്തെങ്കിലും ഫോണുണ്ടോ, അപ്പോൾ ഫോണിട്ട് എണീറ്റ് പോകും. അതായിരിക്കും അവൻ്റെ ഹോബി, അല്ലെങ്കിൽ അവനങ്ങനെ ചെയ്യാം. നേരെ മറിച്ച് നല്ലൊരു പാരൻറ്റിങ് കിട്ടിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ആര് വന്നാലും സുസ്മേരവതനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, കുട്ടികളെ സ്വീകരിക്കും, കുട്ടികളെ വീട്ടിലേക്ക് കയറ്റിയിരുത്തും. അല്ലെങ്കിൽ പിന്നെ വീട്ടുകാരാണെന്ന്, കുടുംബക്കാരാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരാണെന്ന് ആരായാലും വീട്ടിൽ വരുന്ന ഗസ്റ്റുകളൊക്കെ സ്നേഹത്തോടെ സന്തോഷത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തും. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവന് നല്ലൊരു ഹീറോ ആയിരിക്കും, എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമായിരിക്കും.
കാരണം അവൻ്റെ ഫാമിലിയിൽ അവൻ പഠിച്ചതാണ്, ഉമ്മയും വാപ്പയും പഠിപ്പിച്ചു കൊടുത്തതാണ്. അപ്പോൾ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇനി ടീച്ചേഴ്സിനോടാണെങ്കിലും അങ്ങനെ തന്നെ, ആരോടാണെങ്കിലും ഇവനക്ക് പെരുമാറാൻ കഴിയും, ഇടപഴകാൻ കഴിയും, സാമൂഹികമായിട്ട് ജീവിക്കാൻ കഴിയും. നല്ലൊരു പാരൻറ്റിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ. നല്ല പാരൻറ്റിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ഫ്രണ്ട്സ് ഉണ്ടാവില്ല സ്കൂളിൽ നിന്ന്, അയൽവാസികളായിട്ട് നല്ല നിൽക്കാവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നല്ല പാരൻറ്റിങ് എന്താ നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മൾ ഉഷാറായി പഠിച്ചാൽ നമുക്കിങ്ങനെ മക്കളെ വളർത്തിയെടുക്കാൻ കഴിയും. മൂന്നാമത് കമ്മ്യൂണിക്കേഷൻസ്. എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, അങ്ങനെ ഉണ്ടാവുമല്ലോ. സംസാരം പ്രധാനമാണ്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞതാവില്ല, ഉദ്ദേശിച്ചതാവില്ല പറഞ്ഞത്. മക്കൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ല കോലത്തിൽ മക്കൾക്ക് സംസാരിക്കാനും മറ്റുള്ളവരുമായി സംവദിക്കാനൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പാരൻറ്റിങ് ആവശ്യമാണ്. എന്ത് പറയണം, എന്ത് പറയരുത്. ഇതിനനുസരിച്ചാണ് ആളുകൾക്ക് ഓരോരുത്തരോടുള്ള ഇഷ്ടവും മതിപ്പും കുലീനത എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതൊക്കെ കമ്മ്യൂണിക്കേഷനിൽ പ്രധാനമായിട്ടും വ്യക്തമാവും. അപ്പോൾ നല്ലൊരു പാരൻറ്റിങ് കിട്ടിയില്ലെങ്കിൽ അതിലൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും, സംസാരത്തിലും സംസാര ശൈലിയിലും മറ്റുള്ളവരുള്ള പെരുമാറ്റത്തിലും കാര്യങ്ങളിലൊക്കെ. അപ്പോൾ നല്ലൊരു പാരൻറ്റിങ് ലഭിച്ചാൽ ആ പ്രശ്നങ്ങളൊക്കെ തീരും. മറ്റൊന്ന് മൊറാലിറ്റി, ധാർമ്മികത എന്ന് പറയും. നമുക്ക് ഉമ്മാൻ്റെയും വാപ്പാൻ്റെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും കഴിയില്ലല്ലോ. ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും നമ്മൾ കുറേ മൊറാലിറ്റി, കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഉമ്മ പഠിപ്പിച്ചതുകൊണ്ടാണ്, എൻ്റെ ഉപ്പ പഠിപ്പിച്ചതുകൊണ്ടാണ്. ചെറുപ്പം മുതലേ, ജനിച്ചത് മുതലേ ആ സംഗതി തുടങ്ങുന്നുണ്ട്. ഒരു പാരൻറ്റിങ് കിട്ടാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഈ സംഗതിയൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്നായിരിക്കണം അവർക്ക് ഈ ധാർമ്മികത. അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യരുത്, കളവ് പറയരുത്, ചതിക്കരുത്, വഞ്ചിക്കരുത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്താൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യുന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലോകത്ത് വലിയ ക്രൂരന്മാരായിട്ടുള്ള ആളുകളൊക്കെ എടുത്ത് നോക്കി, അവർക്കൊക്കെ അങ്ങനത്തെ ഒരു ചരിത്രം ഉണ്ടാവും. അവരമ്മമാരോ അവരെ വാപ്പമാരോ അവരെ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ വാപ്പ മഹാക്രൂരനായിരുന്നു. സ്വാഭാവികമായിട്ട് ഹിറ്റ്ലറിൻ്റെ സ്വഭാവം അങ്ങനെയായി മാറി. ഉമറുല്ലാനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, ഭയങ്കര സ്ട്രോങ് ആണ് ആൾ എന്നൊക്കെ പറയും. പക്ഷേ ഉമറുല്ലാൻ്റെ വാപ്പ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, നന്നായിട്ട് അടിക്കുമായിരുന്നു. പക്ഷെ ഉമറുല്ലാഹു ഇസ്ലാമിക്ക് വന്നതോടുകൂടി ഉമറുല്ലാഹു ആകെ മാറി. അപ്പോൾ അതാണ് ഉമറുല്ലാഹു. പക്ഷേ ഒരു മനുഷ്യനെ, ഒരു കുട്ടിയെ ക്രൂരനാക്കുന്നതിലും ഒരു കുട്ടിയെ മോശമാക്കുന്നതിലൊക്കെ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട്. എന്താണ് പാരൻറ്റിങ് എന്ന് മനസ്സിലാക്കാഞ്ഞാലേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മറ്റൊന്ന് ഇമോഷണൽ ഇൻ്റലിജൻസ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, വൈകാരികതയെ, പിന്നെ വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ പെരുമാറാം. ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, ചട്ടി അങ്ങോട്ട് കുടുക്കങ്ങോട്ട് മറ്റത് അങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് എറിഞ്ഞ് പൊട്ടിച്ച് തകർത്ത്. പക്ഷേ ഇത് നല്ലൊരു പാരൻറ്റിങ് കിട്ടിയ കുട്ടിയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവനിലുണ്ടാവില്ല. എല്ലാ ഇമോഷൻസും, ഒരു ദേഷ്യം ഒരു ഉദാഹരണം മാത്രമാണ്, സ്നേഹമാണെങ്കിലും അങ്ങനെ തന്നെ. എല്ലാം ഓരോ സമയത്തും ഇമോഷനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും, നമ്മുടെ വികാരങ്ങൾ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതൊരു ഉമ്മയുടെയും വാപ്പയുടെയും അടുത്ത് കിട്ടേണ്ടതാണ്. നല്ല പോലത്തെ ഒരു പാരൻറ്റിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടിയിൽ ഒരു മാറ്റമൊക്കെ ഉണ്ടാവും. ഇത് എന്തുകൊണ്ട് പാരൻറ്റിങ്, എന്തിനാണ് പാരൻറ്റിങ് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ 4ാമത്തെ ഉത്തരമാണ് മൊറാലിറ്റി. 5ാമത്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ്. 6ാമത്തതാണ് എഡ്യൂക്കേഷൻ. ഒരു ഉമ്മയും വാപ്പയും തീരുമാനിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹുദവിയാണ്, അതിൻ്റെ ഉമ്മയും വാപ്പിനെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഹുദവിയായത്. അന്ന് എന്നെ ദാറുൽ കൊണ്ടുപോയി ചേർത്തിയതുകൊണ്ടപ്പോൾ ഞാൻ ഹുദവിയായത്. അല്ലെങ്കിൽ ഞാൻ ഹുദവിയാവില്ല. അള്ളാഹുവിൻ്റെ വാപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, നമ്മുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസത്തിലൊക്കെ പ്രധാന കാരണം ഉമ്മയും വാപ്പയായിരിക്കും. ചിലപ്പോൾ ഉമ്മയും വാപ്പയും വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവർ നമ്മുടെ മക്കളെ പരമാവധി ജനത്തിലെത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ടാവും. ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്, ആഗ്രഹത്തിലാണ് നമ്മുടെ മക്കളെ വലിയ MBBS ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഹുദവിമാരും വാപ്പകളും അല്ലെങ്കിൽ വൈസികളും അല്ലെങ്കിൽ എന്തും ഇങ്ങനെ വലിയൊരു സ്ഥാനങ്ങളിലൊക്കെ ഓൺട്രപ്രണർ വരെ, അല്ലെ, ബിസിനസ്മാൻ വരെ ആവുന്നത്, അല്ലെങ്കിൽ UPSC സിലബസ്, ഇതിനൊക്കെ ഒരു ഉമ്മയുടെയും വാപ്പയുടെയും പിന്നിൽ നിന്നുള്ളവർ ഉണ്ടാവും. എഡ്യൂക്കേഷൻ, പാരൻറ്റിങ് കാരണത്താലാണ് നല്ലൊരു വിദ്യാഭ്യാസ നിലയിൽ നമ്മൾ എത്തുന്നത്. 7ാമത്തതാണ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. നമുക്കിപ്പോൾ ഉത്തരവാദിത്വം എങ്ങനെ മനസ്സിലാണ്? ഇതിൻ്റെ ഉത്തരവാദിത്തമാണ്, ഉത്തരവാദിത്തത്തോട് പെരുമാറണം. അത് ഉമ്മ പഠിപ്പിച്ചതാണ്, വാപ്പ പഠിപ്പിച്ചതാണ്. നമ്മൾ പോകണമെങ്കിൽ ഫാൻ ഓഫ് ആക്കണം, അത് റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ റൂമിൽ നിന്ന് പോകണമെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കണം, ആരുമില്ലെങ്കിൽ, അല്ലേ. വേസ്റ്റ് വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബാസ്ക്കറ്റ് കൊണ്ടുപോയി ഒഴിവാക്കണം. ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ഉമ്മയും വാപ്പയാണ്. അവരുണ്ടായതുകൊണ്ട് ഇത് പഠിക്കണത്. നല്ല പാരൻറ്റിങ് കിട്ടിയില്ലെന്ന് ഇതൊന്നും പഠിക്കില്ല. ചില വീട്ടിലൊക്കെ പോയാൽ നമുക്ക് കാണാം, ഫാൻ ഇങ്ങനെ കറങ്ങുണ്ടാവും, ആരും ഉണ്ടാവില്ല റൂമിൽ, കുട്ടിയെല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പോൾ ഉമ്മയും വാപ്പയെ ശീലിപ്പിച്ചില്ല, അല്ലെങ്കിൽ വാപ്പ ശീലിപ്പിച്ചില്ല, ഉമ്മ ശീലിപ്പിച്ചില്ല, അവർക്കങ്ങനത്തെ ചിന്തയല്ല. ഉദാഹരണം, വേസ്റ്റൊക്കെ റൂമിലുണ്ടാവും, അവരെ ശീലിപ്പിച്ചില്ല. ഡ്രസ്സൊക്കെ കൂട്ടിയിട്ടുണ്ടാവും, ശീലിപ്പിച്ചില്ല. അടുക്കളയിൽ നിന്ന് ഒരു വൃത്തി ഉണ്ടാവില്ല, പാത്രം അവിടെ മറ്റത് ഇവിടെ, അവരെ ശീലിപ്പിച്ചില്ല. അവൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ അവൻ്റെ ബുക്സ്, കുറേ ബുക്സ് അവിടെ ഉണ്ടാവും, കുറേ ബുക്സ് ഇവിടെ ഉണ്ടാവും, ഒരു വൃത്തി ഉണ്ടാവും, കാരണം അവനെ ശീലിപ്പിച്ചില്ല. അവൻ്റെ ബാഗ് ഒരുപാട് അയക്കാണ്, അവനെ ക്ലീൻ ചെയ്യാൻ ശീലിപ്പിച്ചില്ല. അവൻ്റെ നഖം ഇങ്ങനെ വളർന്നു വലുതായിട്ടുണ്ട്, അവനെ നഖം വെട്ടാൻ ശീലിപ്പിച്ചില്ല. അവൻ്റെ മുടി നല്ലപോലെ കോമ്പ് ചെയ്തില്ല, വാർന്നില്ല, ശീലിപ്പിച്ചില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
അപ്പോൾ വൈ പാരൻറ്റിംഗ് എന്ന് ചോദിച്ചാൽ ഈ ഒരു 7 കാര്യങ്ങളാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് കെയർ. പാരൻറ്റിംഗ് ഉണ്ടായാൽ ആ കുട്ടിക്ക് ഒരു സെക്യൂരിറ്റിയുടെ ഫീലിംഗ് ഉണ്ടാവും, ഒരു കെയറിൻ്റെ, എൻ്റെ ഉമ്മയും വാപ്പേനെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് അവിടെ ഉണ്ടാവും. 2, സോഷ്യൽ റിലേഷൻസ്. ആ കുട്ടിയുടെ സാമൂഹിക ബന്ധങ്ങൾ വളരെ ഉഷാറാവും, നല്ല ബന്ധങ്ങളുണ്ടാവും, കുട്ടി അതിനനുസരിച്ച് മെച്ചോർഡാവും. 3, കമ്മ്യൂണിക്കേഷൻസ്. ആ കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ വളരെ പക്വമാവും, നന്നായിട്ട് പെരുമാറാനും ആളുകളുമായി സഹവസിക്കാനും ഡീൽ ചെയ്യാനൊക്കെ കുട്ടിക്ക് കഴിയും. ആ രൂപത്തിലുള്ള പാരൻറ്റിങ് നമ്മുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവും. സ്വാഭാവികം കുട്ടിയിലെ മാറ്റം ഉണ്ടാവും. മറ്റൊന്ന് മൊറാലിറ്റി എന്ന് പറയുമ്പോൾ ആ കുട്ടിയിൽ ഒരു ധാർമ്മിക ബോധം, അത് നമ്മൾ ഉമ്മയും വാപ്പയാണല്ലേ ശീലിപ്പിക്കുന്നത്, അതും കുട്ടിയിലുണ്ടാവും. 5, ഇമോഷണൽ ഇൻ്റലിജൻസ്. കുട്ടിയുടെ വൈകാരികമായിട്ടുള്ള ഇടപെടലുകളൊക്കെ എല്ലാം പക്വമാവും, അതിലൊന്നും കൂടി കുട്ടി മെച്ചോർഡാവും. മറ്റൊന്ന് എഡ്യൂക്കേഷൻ. ആ കുട്ടിക്ക് വിദ്യാഭ്യാസം. 7, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം. ഈ ഒരു 7 കാര്യങ്ങളാണ് വൈ പാരൻറ്റിങ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് ഓർമ്മയല്ല, മറന്നോ? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? 1, വാട്ട് ഈസ് പാരൻറ്റിങ്. 2, വൈ പാരൻറ്റിങ്. 3, ഹൗ പാരൻറ്റിങ്. വാട്ട് ഈസ് പാരൻറ്റിങ്, ഹൗ പാരൻറ്റിങ്, വൈ പാരൻറ്റിങ്. എന്താണ് പാരൻറ്റിങ് എന്ന് ചോദിച്ചാൽ 4 രീതിയിൽ കുട്ടിയെ കെയർ ചെയ്യുക എന്നുള്ളതാണ്. 1, കുട്ടിയുടെ മെൻ്റലി, മനസ്സിനെ കുട്ടിയുടെ ഹാപ്പി ആക്കുക, ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള ഒരു മനസ്സിനൊരു പക്വത നൽകുക. 2, ഫിസിക്കലി, കുട്ടിയുടെ ബോഡി. ബോഡി കുട്ടിക്ക് വ്യായാമം മറ്റു കാര്യങ്ങളൊക്കെ അല്ലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുക, കുട്ടി ബോഡി ഫിസിക്കലി കുട്ടി ഫിറ്റ് ആവുക എന്നുള്ളതാണ്. 3, സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ. വേണ്ട ഭക്ഷണങ്ങൾ നൽകുക, സുരക്ഷിതത്വം നൽകുക, സുരക്ഷിതത്വ ബോധം നൽകുക. 4, കുട്ടിയുടെ ബ്രെയിൻ, തലച്ചോറ്. ആ തലച്ചോറ് എങ്ങനെ രൂപപ്പെടണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പം ആ രൂപത്തിലുള്ള പാരൻറ്റിങ് കൊടുക്കണം. സാമൂഹിക ബന്ധങ്ങൾ വേണം, കുടുംബം, ഫ്രണ്ട്സ്, അതുപോലെ നന്നായിട്ട് ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് സഹവർത്തിത്വ ബോധം, സഹാനുഭൂതി, ഈ കാര്യങ്ങളൊക്കെ കുട്ടികൾ ഉണ്ടാക്കുക. മറ്റുള്ളവരോടുള്ള സ്നേഹം, കുടുംബക്കാരോട്, മൃഗങ്ങളോട്, പ്രകൃതിയോട് തുടങ്ങിയിട്ടുള്ള മൂല്യങ്ങളെല്ലാം കുട്ടിയിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടിയുടെ ബ്രെയിനിനെ ആ രൂപത്തിൽ നമ്മൾ ഷേപ്പ് ചെയ്യുക എന്നുള്ളതാണ് പാരൻറ്റിങ്. പിന്നെ ഹൗ പാരൻറ്റിങ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു, കുട്ടിയുടെ സ്കില്ലിൽ ആ കുട്ടി ഉഷാറാവണം, ആ രൂപത്തിൽ നമ്മൾ പാരൻറ്റിങ് കൊടുക്കണം. കുട്ടിയിൽ ദൂഷ്യ സ്വഭാവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, ആ രൂപത്തിൽ നമ്മൾ കുട്ടിയെ പാരൻറ്റിങ് നടത്തണം. കുട്ടിയിൽ ഡ്രഗ് അബ്യൂസ്, ലഹരി തുടങ്ങിയ വസ്തുക്കളൊന്നും കുട്ടി തീരെ യൂസ് ചെയ്യാൻ പാടില്ല, ആ രൂപത്തിൽ നമ്മൾ കുട്ടികളെ പാരൻറ്റിങ് നടത്തണം. മാനസികമായിട്ട് കുട്ടികൾ വളരെ ഡെവലപ്ഡ് ആവണം. കുട്ടികൾക്ക് സാമൂഹികമായിട്ട് ഇടപഴകാനുള്ള ഒരവസരം നമ്മൾ നൽകണം, ആ രൂപത്തിൽ പാരൻറ്റിങ് നൽകണം. കുട്ടിയെക്കുറിച്ച് തന്നെ നല്ല ധാരണകൾ കൊടുക്കണം. സ്വന്തത്തെക്കുറിച്ച് ചീത്ത ഇമേജുകളാണ് നമ്മൾ കൊടുത്തതെങ്കിൽ കുട്ടി ആ രൂപത്തിലാണ് വളരാം. നേരെ മറിച്ച് കുട്ടിക്ക് ഒരു സെൽഫ് എസ്റ്റീം, കുട്ടിയെക്കുറിച്ച് നല്ല ധാരണകൾ കൊടുത്താൽ കുട്ടി ആ രൂപത്തിൽ കുട്ടി വളരും. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് വൈ പാരൻറ്റിങ്, എന്തുകൊണ്ടാണ് പാരൻറ്റിങ് എന്നുള്ളത്. ഇത് നമ്മൾ 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് കെയർ. 2, സോഷ്യൽ റിലേഷൻസ്. 3, കമ്മ്യൂണിക്കേഷൻസ്. 4, മൊറാലിറ്റി. 5, എഡ്യൂക്കേഷൻ. 5, ഇമോഷണൽ ഇൻ്റലിജൻസ്. 6, എഡ്യൂക്കേഷൻ. 7, റെസ്പോൺസിബിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് പാരൻറ്റിംഗ് ആണ്. പാരൻറ്റിങ്ങിൻ്റെ വ്യത്യസ്ത ഐറ്റംസ് ഏതൊക്കെയാണെന്നുള്ളത്, എങ്ങനെയാണ് ഇതിൽ ഏത് പാരൻറ്റിങ്ങാണ് ശരി, എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ നിലവിൽ ഏത് പാരൻറ്റിങ് ടൈപ്പാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ് അടുത്തത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. നമ്മൾ ഈ പറഞ്ഞതും കേട്ടതൊക്കെ ഇവിടുത്തെ സ്വാലിഹായ മലയായി സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.